രാത്രിയിൽ കന്യാകുമാരിയിലെത്തി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് സൺറൈസ് കാണണം എന്നുള്ള തീരുമാനം എടുത്ത്, രാവിലെ എഴുന്നേക്കാൻ മടിയുള്ള 3 പേരും കിടന്നുറങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് പല്ലും തേച്ച് പുറത്തിറങ്ങിയപ്പോൾ ദാണ്ട് മഴ. എന്ത് ചെയ്യാൻ? ഊഹിക്കാവുന്നത് തന്നെ. വീണ്ടും കിടന്നുറങ്ങി. എന്നിട്ടൊരു 8:30, 9 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും എഴുന്നേറ്റു. അപ്പോൾ ദാ ഗൈസ്, നമ്മൾ കന്യാകുമാരിയിലെ ഏറ്റവും വലിയ അട്രാക്ഷനായ വിവേകാനന്ദ പാറ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്താണെന്നറിയത്തില്ല. 4ാമത്തെ തവണയാണ് ഞാൻ കന്യാകുമാരിയിൽ വരുന്നത്. ഇതുവരെ അങ്ങോട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ചിലപ്പം വളരെ വലിയ ക്യൂ ആണ് കാരണം. വലിയ ക്യൂ കണ്ടാലേ എൻ്റെ മൂഡ് പോവും. പിന്നെ ദാ ഇപ്പം മഴ. ഏതോ 2 തവണ എങ്ങാണ്ട് വന്നപ്പോൾ ഇതുപോലെ മഴയായിട്ട് ബോട്ടൊന്നും എടുക്കുന്നില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോട്ടൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള മൂഡ് പോയി. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ വിവേകാനന്ദ പാറയിലുള്ള പ്രതിമ വിവേകാനന്ദൻ്റെ ആണ് എന്നാണ്. പക്ഷേ പിന്നീട് ഞാനത് മനസ്സിലാക്കി, അത് വിവേകാനന്ദൻ്റെ അല്ല, തിരുവല്ലൂരിൻ്റെ ആണ് എന്ന്. നിങ്ങളിങ്ങനെ വിചാരിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇപ്പോഴും നിങ്ങളിങ്ങനെ വിചാരിച്ചിരിപ്പുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയമാണ്. നമ്മളിങ്ങനെ കടലൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അതിലേ കൂടി ഇങ്ങനെ തേരാപ്പാര കുറേ നേരം നടന്നു. എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ കടലൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഇടയ്ക്കൊന്ന് പോയി കാലൊക്കെ നനയ്ക്കാം. വെള്ളത്തിൽ ചാടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കടലെങ്ങാനും ക്ഷോഭിച്ചാലോ നമ്മളുടെ നേരെ വന്നാലോ എന്നുള്ള ഭയം കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ചില സമയത്ത് ഇങ്ങനെ ചില പേടികളൊക്കെ ഞങ്ങൾക്ക് വരും. കടലൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ ഇനി അല്പം ഷോപ്പിംഗ് ആയാലോ. എന്തുമാത്രം കടകളല്ലേ കന്യാകുമാരിയിൽ. പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാതെ ആരും അങ്ങ് തിരിച്ചു പോകാറില്ല. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പം ഒരു മിറർ വാങ്ങിച്ചുകൊണ്ട് പോയി. സീഷെല്ലൊക്കെ ഒട്ടിച്ചിട്ടുള്ളൊരു മിറർ. ഇത്തവണ എനിക്കല്ല വാങ്ങിക്കുന്നത്, എൻ്റെ കൂടെയുള്ള 2 കുട്ടികൾക്ക് കാറ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ ഈ ഒരു ടോയ് ഷോപ്പിൽ. കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ നിന്നൊരു ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഈ ഒരു സാധനമാണ് ആൾ പിടിച്ചേക്കുന്നത്. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. കന്യാകുമാരിയിൽ പോയിട്ടുള്ള പലർക്കും ഇപ്പം തന്നെ സ്പോട്ട് മനസ്സിലായി കാണും. വട്ടക്കോട്ടൈ ഫോർട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ റീസൺ ഇതിൻ്റെ ഒരു സൈഡിലത്തെ ആ കടലിൻ്റെ ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയായിട്ടോ കാണാൻ. പിന്നെ നിങ്ങൾ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ, അത് എന്നെപ്പോലുള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് പറ്റിയ കുറേ സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്ത് തകർക്കാം. ഞാൻ പറഞ്ഞില്ലേ കടലുണ്ടെന്ന്. ഫോർട്ടിന് 3 സൈഡിലും കടലാണ്. അതിൽ 2 സൈഡിലുള്ള ബീച്ചിൽ ആൾക്കാർക്കൊക്കെ ഇറങ്ങാൻ പറ്റും. വട്ടക്കോട്ടൈ ഫോർട്ട് കഴിഞ്ഞ് എങ്ങോട്ട് പോകണം എന്നുള്ളതിൽ ഞങ്ങൾക്ക് അധികം ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. നേരെ അരൽവായ്മൊഴിയിലോട്ട് പോയി. ഇത്തവണ കാറ് കയറ്റാൻ പറ്റിയില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ കാറൊക്കെ കയറ്റിയതാണ്. ഇത്തവണ അവരവിടെ വണ്ടി കയറ്റാതിരിക്കാനായിരിക്കും അവിടെയൊക്കെ കുഴി എടുത്തിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാറ് കയറ്റാൻ പറ്റിയില്ല. ബട്ട് ബൈക്കൊക്കെ ആയിട്ട് വരുന്നവർക്ക് സൈഡിൽ കൂടെ കയറിപ്പോരാം. ഇങ്ങോട്ട് വരാൻ വേണ്ടി ആഗ്രഹമുള്ളവർ പൊയ്കൈ ഡാം, അരൽവായ്മൊഴി എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇട്ടാൽ മതി. കറക്റ്റ് ഇവിടെ തന്നെ എത്തും. എന്തായാലും ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. എത്രാമത്തെ തവണയാണ് വരുന്നതെന്ന് എന്തോ 4 5 തവണയായി ഇങ്ങോട്ട് തന്നെ വരുന്നു. കന്യാകുമാരിയിലോട്ടല്ല വേറെ എവിടെയെങ്കിലും ഈ വഴി പോയാലും എന്തായാലും അരൽവായ്മൊഴി വരും. അതുപോലെ നമുക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ ഒരു അരൽവായ്മൊഴി. ഇത്തവണ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. കുറച്ച് അപ്പുറത്ത് JCB കൊണ്ട് എന്തൊക്കെയോ പണിയൊക്കെ നടക്കുമായിരുന്നു. എന്തായാലും അറിയില്ല എന്താണ് വരാൻ പോകുന്നതെന്ന്. എന്തെങ്കിലും ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും പരിപാടികളോ എന്തോ അറിയില്ല എന്താ നടക്കുന്നതെന്ന്. എനിവേ ഇതൊരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഒരു തവണ അരൽവായ്മൊഴി ട്രക്കിങ്ങിന് പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇത്തവണ സാധിച്ചില്ല. അടുത്ത തവണ അതിനു വേണ്ടി വരണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. തിരിച്ചു വന്ന വഴിക്ക് കണ്ടതാണ് ഇങ്ങനെ നെല്ല് കൊയ്യുന്നത്. ഇവിടെ കുറേ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നെൽപ്പാടങ്ങൾ, മലകൾ, കാറ്റാടിപ്പാടങ്ങൾ, കടൽ എല്ലാം ഉള്ളൊരു സ്ഥലമാണ് കന്യാകുമാരി. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാനിത് നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി ഇതേ കാര്യം തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. കന്യാകുമാരിയിലോട്ട് വരുന്ന വഴി എന്തൊക്കെ കാണാം എന്നുള്ളത്
ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ഓൺ ദ വേ ടു കന്യാകുമാരി എന്ന് പറയുന്നത്. അപ്പം ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ആ വീഡിയോയും കണ്ടു നോക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഫ് യു ലൈക്ക് മൈ വീഡിയോ. സോ താങ്ക് യു സോ മച്ച്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.